ബിജെപിയുടെ കേരള ഘടകത്തിന്റെ അധ്യക്ഷനായി ചുമതലയേറ്റ മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ കേരള സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം അഴിച്ചുവിട്ടു. കേരളത്തിൽ വികസനം വരണമെങ്കിൽ NDA അധികാരത്തിലെത്തണമെന്ന് അദ്ദേഹം പറഞ്ഞു. ബിജെപിയെ അധികാരത്തിലെത്തിക്കുകയാണ് പാർട്ടി ദേശീയ നേതൃത്വം തന്നെ ഏൽപ്പിച്ച ദൗത്യം. കേരളത്തിൽ വികസനം വരണമെങ്കിൽ NDA അധികാരത്തിലെത്തണമെന്ന് അദ്ദേഹം പറഞ്ഞു. ബിജെപിയെ അധികാരത്തിലെത്തിക്കുകയാണ് പാർട്ടി ദേശീയ നേതൃത്വം തന്നെ ഏൽപ്പിച്ച ദൗത്യം. അത് പൂർത്തീകരിച്ചു മാത്രമേ താൻ മടങ്ങിപ്പോകുകയുള്ളൂവെന്നും രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കി. അപ്പോൾ NDA BJP അധികാരത്തിൽ കൊണ്ടുവരാനാണ് എനിക്ക് തന്ന ദൗത്യം. എനിക്ക് നമ്മുടെ ഹൈക്കമാൻഡും നമ്മുടെ പ്രഭാരിയും നിങ്ങളെല്ലാവരും തന്ന ദൗത്യം അധികാരത്തിൽ കൊണ്ടുവരാൻ, BJP NDA അധികാരത്തിൽ കൊണ്ടുവരാനാണ് എൻ്റെ ദൗത്യം. ഇത് പൂർത്തീകരിച്ച് മാത്രമേ ഞാൻ മടങ്ങിപ്പോകുള്ളൂ. കേരളത്തിലെ BJP പ്രവർത്തകരുടെ ശക്തി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പോടെയാണ് തനിക്ക് മനസ്സിലായത്. 35 ദിവസം കൊണ്ടുള്ള പ്രചാരണത്തിൽ 3.5 ലക്ഷം വോട്ട് പിടിക്കാനായത് ഇവിടുത്തെ പ്രവർത്തകരുടെ മിടുക്കും കഴിവും കൊണ്ടാണ്. BJP പ്രവർത്തകരുടെ പാർട്ടിയായിരുന്നു. ഇനി മുമ്പോട്ട് പോകുമ്പോഴും പ്രവർത്തകരുടെ പാർട്ടി തന്നെയാകുമെന്ന് താൻ ഉറപ്പു നൽകുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. BJP ഒരു പ്രവർത്തകരുടെ പാർട്ടിയാണെന്ന് ഞാൻ ആദ്യം തന്നെ ഞാൻ അറിഞ്ഞതായിരുന്നു. കർണാടകയിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ പുതുച്ചേരി ഇലക്ഷനിലും പ്രഭാരിയാവുമ്പോൾ അതെല്ലാം ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷേ BJP കേരളയുടെ ആ പ്രവർത്തകരുടെ ശക്തി എനിക്ക് ഈ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷൻ സമയത്ത് എനിക്ക് മനസ്സിലായത്. 35 ദിവസം എനിക്ക് ക്യാമ്പയിൻ കിട്ടിയ ഒരു ക്യാമ്പയിനിൽ 3.5 ലക്ഷം വോട്ട് പിടിച്ച് തന്ന അവരുടെ റെസ്പോൺസ്, അതിൻ്റെ ക്രെഡിറ്റ് ആർക്കെങ്കിലും പോവുകയാണെങ്കിൽ പ്രവർത്തകരുടെ അധ്വാനവും BJP തിരുവനന്തപുരം BJP കേരള പ്രവർത്തകരാണ് അത് ചെയ്തു തന്നത്. അതുകൊണ്ട് BJP ഒരു പ്രവർത്തകരുടെ പാർട്ടി ആയിരുന്നു, ഇന്നുമാണ്, ഇനി മുമ്പോട്ട് പോകുമ്പോഴും ആ പ്രവർത്തകരുടെ പാർട്ടി ആയിട്ട് ഇരിക്കും എന്ന് ഞാൻ ഉറപ്പ് തരുന്നു. പ്രഹ്ലാദ്ജി കേരളത്തിനെ പറ്റിയും നമ്മളുടെ കേരള സ്ഥിതിനെ പറ്റിയും പറഞ്ഞു. ഇക്കണോമിക്കും CPM കോൺഗ്രസിൻ്റെ ഭരണത്തിനെ പറ്റിയും അദ്ദേഹം ഡീറ്റെയിൽ ആയിട്ട് മുമ്പോട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൽ പോകാൻ പോകുന്നില്ല. പക്ഷേ നമുക്ക് മനസ്സിലാക്കേണ്ടത് നമ്മുടെ കേരളത്തിന് വളരെയധികം സാധ്യതകളുണ്ട്. നമ്മൾ ഈ ഹെഡ്ലൈനെല്ലാം വായിക്കുമ്പോൾ കടം വാങ്ങാൻ പോകുന്നു, കാശ് കൊടുക്കാനില്ല, KSRTക്ക് കാശ് കൊടുക്കാനില്ല, പെൻഷന് കാശ് കൊടുക്കാനില്ല, ഇതെല്ലാം നമ്മൾ വായിക്കുമ്പോൾ നമ്മളുടെ കേരളക്ക് എന്തായെന്ന് നമ്മൾ വിചാരിക്കുന്നു. പക്ഷേ ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ കേരളക്ക് എത്രയോ പൊട്ടൻഷ്യൽ ഉണ്ട്. നിക്ഷേപവും തൊഴിലും വരുന്നത് കഴിവുള്ള യുവാക്കളുള്ള സംസ്ഥാനങ്ങളിലായിരിക്കും. കഴിവുള്ള യുവാക്കൾ അവസരങ്ങളുള്ള സംസ്ഥാനങ്ങളിലേക്ക് പോകും. അതുകൊണ്ട് അവസരങ്ങൾ ഉണ്ടാക്കിയില്ലെങ്കിൽ യുവാക്കൾ വേറെ എവിടെയെങ്കിലും പോകും. അപ്പോൾ അവിടെ നിക്ഷേപം വരികയുമില്ല. ഇതാണ് യാഥാർത്ഥ്യമെന്നും ഭാവിയിലെ ഫോർമുല ഇതായിരിക്കുമെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞു. ഭാവിയിൽ ഒരു ഫോർമുല ആയിരിക്കും സത്യം ഡിസ്ക്രൈബ് ചെയ്യുന്ന ഫോർമുല. അത് ഞാൻ മലയാളത്തിൽ പറഞ്ഞുതരാം. നിക്ഷേപവും തൊഴിലും വരുന്നത് കഴിവുള്ള യൂത്തുള്ള സംസ്ഥാനത്തിലായിരിക്കും. കഴിവുള്ള യൂത്ത് പോകുന്നത് അവസരങ്ങളുള്ള സംസ്ഥാനം. മനസ്സിലായില്ലേ? ഞാൻ ഇത് ഇംഗ്ലീഷിൽ പറയാം. ഇൻവെസ്റ്റ്മെന്റ്സ് വിൽ കം ടു വെയർ ദ ടാലന്റ് ഇസ് ആൻഡ് ടാലന്റ് വിൽ ഗോ ടു വെയർ ദി ഓപ്പർച്യൂണിറ്റീസ് ആർ. അതുകൊണ്ട് ഒരു സംസ്ഥാനത്തിൽ അവസരങ്ങൾ ഉണ്ടാക്കിയില്ലെങ്കിൽ അവിടുത്തെ യുവാക്കൾ വേറെ എവിടെയെങ്കിലും പോവും. യുവാക്കൾ വേറെ എവിടെയെങ്കിലും പോയാൽ അവിടെ നിക്ഷേപം വരാൻ ഒരു ഇൻസെൻറ്റീവും ആർക്കും ഉണ്ടാവില്ല. അതുകൊണ്ട് ഇതാണ് ഈ വരുന്ന കാലത്തിൽ ഒരു റിയാലിറ്റി. അതുകൊണ്ട് നമ്മുടെ കേരളത്തിൽ വേണ്ടത് നോക്കിക്കൂലിയുള്ള കേരളമല്ല, നിക്ഷേപം തൊഴിൽ ഉള്ള കേരളമാണ് വേണ്ടത്. വിദ്യാഭ്യാസമുള്ള തലമുറ, IT, ടൂറിസം, മാനുഫാക്ചറിങ്, ഇതെല്ലാം അവസരങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കേരളമാണ് നമുക്ക് വേണ്ടത്.
വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, സംഘടന കൊണ്ട് ശക്തരാവുക, പ്രയത്നം കൊണ്ട് സമ്പന്നരാവുക എന്ന ഗുരുദേവ വചനം രാജീവ് ചന്ദ്രശേഖർ ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു. അത് പ്രസംഗത്തിലും അദ്ദേഹം ആവർത്തിച്ചു. പാർട്ടി പ്രവർത്തകരും പൊതുസമൂഹത്തിന്റെ ഭാഗമായവരും രാജീവ് ചന്ദ്രശേഖറിന്റെ ഗുരുദേവ വചനത്തെ ആവേശത്തോടെയാണ് ഏറ്റെടുത്തിരിക്കുന്നത്. എൻ്റെ വാക്കു ചുരുക്കുന്ന മുമ്പ് ഞാൻ ശ്രീ നാരായൺ ഗുരുദേവിൻ്റെ ഒരു കോട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, സംഘടന കൊണ്ട് ശക്തരാവുക, പ്രയത്നം കൊണ്ട് സമ്പന്നരാവുക. ഇതാണ് ശ്രീ നാരായൺ ഗുരുദേവ് പറഞ്ഞത്. ഇത് നമ്മുടെ പാർട്ടിക്കും നമ്മുടെ സംസ്ഥാന സർക്കാർ ഉണ്ടാക്കാൻ പോകുന്ന ഈ BJP NDAയ്ക്കും ഇത് വളരെ ഇമ്പോർട്ടൻ്റ് കോട്ടാണ്. വരൂ, നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഈ വികസിത കേരളം നമ്മുടെ ദൗത്യമാക്കാം, അതിനുവേണ്ടി സമർപ്പിക്കാം. എല്ലാവർക്കും നന്ദി, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ കൂടെ പറയൂ, ഭാരത് മാതാ കി, ഭാരത് മാതാ കി, ഭാരത് മാതാ കി. ജയ് കേരളം, ജയ് ഹിന്ദ്.